രാഷ്ട്രീയ പോരിന് അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന സുപ്രീം കോടതിയുടെ ചോദ്യം തങ്ങളോടാണെന്ന് കേന്ദ്രത്തിനറിയാം. പക്ഷേ ആ ദുരുപയോഗത്തിന്റെ രാഷ്ട്രീയ നേട്ടം ചെറുതല്ല എന്നറിയാവുന്നതിനാൽ തിരുത്തുമോ എന്നറിയില്ല. പ്രതിപക്ഷവും മാധ്യമങ്ങളും വർഷങ്ങളായി ചൂണ്ടിക്കാണിച്ചിരുന്ന യാഥാർത്ഥ്യങ്ങളാണ് കുറച്ചു നാളായി കോടതികളും ആവർത്തിക്കുന്നത്. പ്രതിപക്ഷം ഏറെ ശോഷിച്ച അവസ്ഥയിലായതിനാൽ ഉടനെയൊന്നും അധികാരം ഒഴിയേണ്ടി വരില്ലെന്നും ഇതേ അന്വേഷണ ഏജൻസികളാൽ തങ്ങൾ വേട്ടയാടപ്പെടില്ലെന്നും BJP കരുതുന്നുണ്ടാവും. അതെന്തായാലും പ്രതിപക്ഷത്തെയും ശത്രുവെന്ന് കരുതുന്നവരെയും വേട്ടയാടുക എന്നാൽ ഭരണകൂടം ജനാധിപത്യത്തിന് പിന്നാലെയാണ് എന്നാണ് അർത്ഥം. ആ മുന്നറിയിപ്പ് കോടതികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ EDയുടെ ഗുണഭോക്താക്കൾ അധികാരത്തിലുള്ളവരാണ്. 2 കേസുകളിലാണ് സുപ്രീം കോടതി അന്വേഷണ ഏജൻസിക്കെതിരെ ആഞ്ഞടിച്ചത്. ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതിക്കെതിരെയും കർണാടക മന്ത്രി ബൈരതി സുരേഷിനെതിരെയും ED അയച്ച സമൻസ് കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ EDയുടെ അപ്പീൽ പരിഗണിക്കാൻ വിസമ്മതിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കൂടുതൽ പറയാൻ തങ്ങളുടെ വായി തുറപ്പിക്കരുതെന്നാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായും ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനും ഉൾപ്പെട്ട ബെഞ്ച് അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിനോട് പറഞ്ഞത്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ വോട്ടർമാർക്കിടയിൽ നടക്കട്ടെ, ED അതിനായി എന്തിനു ഉപയോഗിക്കണം? മറ്റൊരു കേസിലും ED ഉപയോഗിക്കുന്ന രാഷ്ട്രീയത്തെ ഇതേ ബെഞ്ച് ചോദ്യം ചെയ്തു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ തന്റെ കക്ഷിക്ക് ഉപദേശം നൽകിയതിന് സുപ്രീം കോടതിയിലെ 2 മുതിർന്ന അഭിഭാഷകർക്ക് സമൻസ് അയച്ച കേസായിരുന്നു അത്. അഭിഭാഷകരും കക്ഷികളുമായുള്ള ആശയവിനിമയം അവകാശമാണ്. അതിന്റെ പേരിൽ എങ്ങനെയാണ് നോട്ടീസ് അയക്കുന്നത്? പല കേസുകളിലും ED ഉദ്യോഗസ്ഥർ എല്ലാ പരിധികളും ലംഘിക്കുകയാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചത്. സർക്കാരിനെയും EDയെയും വെള്ളപൂശാനുള്ള ശ്രമം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നടത്തിയെങ്കിലും കോടതി അനുവദിച്ചില്ല. കേന്ദ്ര ഏജൻസിക്കെതിരെ വികാരമുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ഇതിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നുമാണ് അദ്ദേഹം കോടതിയോടായി ആവശ്യപ്പെട്ടത്. കേന്ദ്ര ഏജൻസിക്കെതിരായ അപവാദ പ്രചാരണം കോടതിയുടെ നിലപാടിനെ സ്വാധീനിക്കാറുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. പുറത്തുനിന്നുള്ള സ്വാധീനങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനമെടുത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ തുഷാർ മേത്തയെ ചീഫ് ജസ്റ്റിസ് വെല്ലുവിളിച്ചു. കഴിഞ്ഞ മെയ്യിൽ തമിഴ്നാട്ടിൽ മദ്യവിൽപ്പന നടത്തുന്ന സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനെതിരായി ED നടത്തുന്ന അന്വേഷണം സ്റ്റേ ചെയ്തുകൊണ്ട് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പറഞ്ഞത് ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് എല്ലാ പരിധിയും വിട്ടാണ് ED പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു. മെയ്യിൽ തന്നെ ഛത്തീസ്ഗഡ് മദ്യ കുംഭകോണ കേസിൽ പ്രതിയായ അരവിന്ദ് സിംഗിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് അഭയ് S ഓഖയുടെ ബെഞ്ച് പറഞ്ഞത് കൃത്യമായ തെളിവില്ലെങ്കിലും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ED പതിവാക്കിയിരിക്കുകയാണ് എന്നാണ്. 1956 രൂപം കൊണ്ടതിന് ശേഷം EDയുടെ വിശ്വാസ്യത ഇത്ര നഷ്ടമായ കാലം ഉണ്ടായിട്ടില്ല. പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയും അധികാരത്തിലുള്ളവർ ദുരുപയോഗിക്കുന്നത് ഇന്ത്യയിൽ പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ രാജ്യത്തെ സുപ്രധാന അന്വേഷണ ഏജൻസികളെ പോഷക സംഘടനകൾ പോലെ BJP അപഹാസ്യമാക്കി കളഞ്ഞു. ഇക്കഴിഞ്ഞ മാർച്ചിൽ രാജ്യസഭയിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി നൽകിയ വിവരമനുസരിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ED രജിസ്റ്റർ ചെയ്ത 193 കേസുകളിൽ 2 എണ്ണത്തിനാണ് കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടായത്. 138 കേസുകളും 2019-ൽ 2ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള 5 വർഷത്തിനിടെ എടുത്തതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ED ഫയൽ ചെയ്ത 5000 കേസുകളിൽ 40 എണ്ണത്തിൽ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും പ്രോസിക്യൂഷൻ നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കോടതിയും ചൂണ്ടിക്കാണിച്ചിരുന്നു. 2024-25 സാമ്പത്തിക വർഷം 30 കേസുകളിലായി കണ്ടുകെട്ടിയ 15,261 കോടി രൂപയുടെ സ്വത്ത് ഇരകൾക്ക് തിരിച്ചു നൽകിയെന്ന് EDയുടെ വാർഷിക അവലോകന റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര സർക്കാർ തിരുത്തുമോ എന്നത് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും ജനാധിപത്യ ബോധത്തിന്റെയും അഴിമതി വിരുദ്ധതയുടെയും കാര്യമാണ്. പക്ഷേ തിരുത്തുന്നില്ലെങ്കിൽ ഇതേക്കുറിച്ചൊക്കെയുള്ള അവകാശവാദങ്ങൾ കൈയൊഴിയാനുള്ള സത്യസന്ധത കാണിക്കണം.